ഈ ഏരിയയിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഹാച്ചറിയാണ്, നമ്മുടെ ബ്രൂട്ട് സ്റ്റോക്കുകളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഏഞ്ചൽ കൂടാതെ വേറെ ഏതൊക്കെ കളക്ഷൻ ഉണ്ട് ഇവിടെ? ഏഞ്ചൽ കൂടാതെ ഇപ്പോൾ അപ്പിസ്റ്റോഗ്രാമയുടെ വെറൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ റാംസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ജുവലിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ജൂൾഡോ ക്രോമിസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഡാർക്ക് സിക്ലറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പാരഡൈസ് ഗൗരാമി, പിന്നെ നമ്മുടെ പ്ലാറ്റീസോഡ്, ഇതിൻ്റെ എല്ലാം സ്റ്റോക്ക് ഉണ്ട് നമുക്ക്? എല്ലാം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 1.5 ആഴ്ച കഴിഞ്ഞ ടാങ്കാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം എന്തുമാത്രം കുറച്ച് വേസ്റ്റാണ് ഇതിലുള്ളതെന്ന്. വാട്ടർ ചേഞ്ച് ഞാൻ ചെയ്തിട്ടില്ല, 1.5 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഡെയിലി 2 നേരം നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ക്ലീൻ ആണ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ, അത്രയും ക്ലീൻ ആണ്. താഴത്തെ സെക്ഷൻ അല്ലേ ഈ കാണുന്നുണ്ടോ, ഇത്രയും ഫ്രിഡ്ജ് ബോക്സ് ആണ് നമുക്ക്. ഓക്കെ, നമസ്കാരം. കേരള വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യം തുടങ്ങുന്ന സമയത്ത് വിസിറ്റ് ചെയ്തൊരു ഫാമാണ് അല്ലേ? അതെ, ജോജി ചേട്ടൻ്റെ. അതെ. അപ്പോൾ ഇപ്പം പുള്ളി വേറൊരു സ്ഥലത്തേക്ക് അല്ലേ ഫാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഉള്ളതിനെക്കാട്ടിലും ഒരുപാട് കളക്ഷൻസ് പുതിയതായിട്ട് നമുക്കിവിടെ ഈ ഫാമിൽ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ചേട്ടാ, ഈ കറക്റ്റ് ഇപ്പം മാറിയ സ്ഥലം ഒന്ന്? അതെ, പഴയ ഫാമിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ശരിക്കും ഈ ഒരു ഫാമിലേക്ക്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നെടുമങ്ങാട് വന്നിട്ട് പുത്തമ്പാലം ജംഗ്ഷനിൽ നിന്നിട്ട് ആനാട് വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് മേളിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് കയറി വന്നു കഴിഞ്ഞാൽ വട്ടത്തല എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. അതിനടുത്തായിട്ടാണ് ഈ ഒരു ഫാം ഉള്ളത്. ഓക്കെ, നമ്മൾ അന്ന് എടുത്ത് ഒരു 3 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അതെ, 3 വർഷം. അതിന് ശേഷം എന്തൊക്കെ മാറ്റം ഇപ്പോൾ ഇവിടെ വന്നത്? അന്ന് ശരിക്കും ഫാമിന്റെ ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു നിങ്ങൾ വന്നപ്പോൾ. ഞാൻ ഫാം തുടങ്ങി ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ വന്നത്. ഇപ്പോൾ ശരിക്കും ആ ഫാമിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് വെറൈറ്റി ഫിഷസ് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ടാങ്കുകൾ ഏകദേശം ഒരു 250 അടുപ്പിച്ച് ഗ്ലാസ് ടാങ്കുകളുണ്ട്. പിന്നെ ഗ്രോട്ടിനെല്ലാം തന്നെ ഒരു 120 ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്. പിന്നെ നമ്മൾ 1-2 ഫാമുകൾ നമ്മുടെ അടുത്തുള്ള തന്നെ അവിടെ ഗ്രോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ചെയ്യുന്നുണ്ട്, അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഫാം ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ, കുറച്ചുകൂടി അല്ല നല്ല രീതിയിൽ തന്നെ വിപുലമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതെ. അന്ന് ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നു, ഗപ്പിയൊക്കെ നമ്മൾ ഒഴിവാക്കി. പിന്നെ നമ്മുടെ പ്ലാറ്റീസ് ഹോട്ടലിൽ ഇപ്പോഴും ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്. അതുകൂടാതെ തന്നെ കുറേ ഡാർക്ക് വെറൈറ്റി സിക്ലറ്റ്സ്, അതുപോലെ തന്നെ ക്രേ ഫിഷസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു മിക്കി മൗസിന്റെ അടപ്പുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടോ? അതുണ്ട്. പ്ലാറ്റീസ് സോഡ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ്, എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സിക്ലറ്റ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് നമുക്ക് സ്പേസ് കുറവാണ്, ഗ്രോട്ടിന് വലിയ സ്പേസുകളില്ല. അപ്പം പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് വലിയ ടാങ്ക് വെക്കാൻ വീട്ടിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് കുറച്ച് കുറവാണ്. അപ്പം ചെറിയ ടാങ്ക് ആകുമ്പോൾ അവർക്ക് വീട്ടിലായാലും ഓഫീസിലായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. അപ്പം നമുക്ക് ചെറിയ ടാങ്കിൽ ഇടാനുള്ള ഫിഷസാണ് ഇപ്പം കൂടുതലും എനിക്ക് സെയിൽ കിട്ടുന്നത്. അപ്പോൾ ഈ എക്സോട്ടിക് ആയിട്ടുള്ള സിക്ലറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പാരന്റിങ് ബിഹേവിയറും കാണാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പം നമ്മൾ ലൈബേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ നമ്മുടെ സിക്ലറ്റ്സിനെ നോക്കുകയാണെങ്കിൽ ആ മുട്ട ഇടുന്ന ഒരു ഇത്, കുഞ്ഞുങ്ങളെ നോക്കുന്ന ഇത്, അപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് കുറേ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം കുറേ നമുക്ക് വാച്ച് ചെയ്യാനായിട്ടുള്ള മൂവ്മെന്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ ഇപ്പോൾ അങ്ങനെയുള്ള ഫിഷസാണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പല വീഡിയോസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ അക്വേറിയത്തെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോ നമ്മൾ വിശദീകരിക്കാം. അപ്പോൾ ചേട്ടാ, നമുക്ക് ബാക്കി വിശേഷങ്ങൾ അക്വേറിയത്തിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാമിൻ്റെ നടത്തിപ്പുകാരാണ് ഈ 3 പേരും. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം. ഇവരുടെ പേരൊന്ന് പറഞ്ഞു തരാമോ? ഇത് അഖില, എൻ്റെ വൈഫാണ്. അപ്പം പുള്ളിക്കാരിയാണ് ഫാമിൽ ഫുള്ള് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് വാട്ടർ ചേഞ്ചും കൊറിയറൊക്കെ തന്നെയാണ്. പുള്ളിക്കാരി തന്നെയാണ് ഫിഷിനെ എല്ലാം നോക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ ഇത് എൻ്റെ കൂട്ടുകാരനാണ് വിജേഷ്. ഞങ്ങൾ ഒരുമിച്ച് IT മുതൽ പഠിച്ചതാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഇവനും കൂടെ ചേർന്നാണ് ഇപ്പം ഫാം എല്ലാ രീതിയിൽ, അതായത് ഗ്രോട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, വാട്ടർ ചേഞ്ച്, പിന്നെ കൊറിയർ അയക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ രണ്ടും കൂടിയാണ് ചെയ്യുന്നത്. നമുക്കറിയാം. ജോജി, എൻ്റെ പേര് ജോജി എന്നാണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3 വർഷം മുമ്പ്. അപ്പോൾ ഇപ്പം നിലവിൽ 2 സെക്ഷനായിട്ടാണ്. ഇതിനകത്ത് നമ്മുടെ ബ്രൂട്ട് സ്റ്റോക്കും ഗ്രോട്ടും മാത്രമാണ്. ഇത് പബ്ലിക്കായിട്ട് ഓപ്പൺ അല്ല. ഇവിടെയാണ് നമ്മൾ നഴ്സറിയും കാര്യങ്ങളെല്ലാം വരുന്നത്. അത് നമ്മുടെ ഗ്രോട്ട് ഏരിയ ആണ്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ സെയിലിനും കാര്യങ്ങളെല്ലാം അവിടെ പോകും. ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ 2 സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ തന്നെ 2 സ്ഥലത്ത് നമ്മൾ ഗ്രോട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് സ്പേസിന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ക്രേഫിഷിനെ എല്ലാം ഗ്രോട്ട് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഗ്രോട്ട് പോണ്ടുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ഗ്രോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പാനാറങ്കല്ല ഇവിടെ നിന്ന് തന്നെ ഒരു 5-6 കിലോമീറ്റർ ദൂരെയായിട്ട് അതിൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ്. അവിടെ കുറച്ച് സിമെന്റ് ടാങ്കുകളുണ്ട്. അപ്പോൾ അതിനകത്താണ് ഏഞ്ചൽസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ഗ്രോട്ടിനായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇത്തിരി അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് അല്ലേ? ശരി. ഓക്കെ ഏട്ടാ, കയറി വരുമ്പോൾ തന്നെ ഒത്തിരി ഗ്ലാസ് ടാങ്ക് കാണുന്നുണ്ട്. അതെ. എത്ര ഗ്ലാസ് ടാങ്ക് ഉണ്ടാവും ഇവിടെ? ഇപ്പോൾ 250 ഗ്ലാസ് ടാങ്ക്. 250.
എല്ലാം ഫില്ലായി കിടക്കണം. എല്ലാം ഫില്ലായ ഫിഷുണ്ട്. ഓക്കെ, എല്ലാം ബ്രൂഡ് സ്റ്റോക്കുമായിട്ടും കുഞ്ഞുങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ്. അതെ അതെ, ഈ ഏരിയയിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഹാച്ചറിയാണ്, നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അതുവരെ നമ്മളൊരു ഇപ്പം ഏഞ്ചിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ബട്ടൺ സൈസ് ഏതായാലും നമുക്കൊരു, അതായത് ഗ്രോട്ട് ടാങ്കിലേക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെ ഇതിനകത്താണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഔട്ട്ഡോറിലേക്ക് മാറ്റും. ഏഞ്ചൽ കൂടാതെ വേറെ ഏതൊക്കെ കളക്ഷൻ ഉണ്ട് ഇവിടെ? ഏഞ്ചൽ കൂടാതെ ഇപ്പോൾ അപ്പിസ്റ്റോഗ്രാമയുടെ വെറൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ റാംസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ജുവലിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ജൂൾഡോ ക്രോമിസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഡാർക്ക് സിക്ലെറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പാരഡൈസ് ഗൗരാമി, പിന്നെ നമ്മുടെ പ്ലാറ്റി സോഡ്, ഇതിന്റെ എല്ലാം സ്റ്റോക്ക് ഉണ്ട് നമുക്ക്? എല്ലാം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്, ഏകദേശം എല്ലാത്തിന്റെ അവൈലബിൾ ആണ്. ഇത് ടാങ്കിൾ കണ്ട് കുഞ്ഞുങ്ങളെ കണ്ടേ സ്റ്റോക്ക് എപ്പോഴും ഇവിടെ അവൈലബിൾ ആയിരിക്കും. കൊറിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതലും കൊറിയർ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെയെങ്കിലും അയക്കാം. പിന്നെ ദൂരോട്ടാണെങ്കിൽ നമ്മൾ കൂടുതലും റെയിൽവേ ആയിരിക്കും പ്രിഫർ ചെയ്യണേ. പിന്നെ ചെറിയ ഓർഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്തിലോട്ടൊക്കെ ശ്രീമാരുതി കൊറിയർ വഴി അയക്കാൻ പറ്റും. മിനിമം എത്ര പീസ് എടുക്കണം? നമുക്കൊരു 300 രൂപയുടെയെങ്കിലും ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ കൊറിയറിലും നമ്മുടെ വാങ്ങുന്ന ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ കേസ് ഫിഷ് ഇപ്പം ലൈവ് സാധനമാണ്, നമുക്ക് ജീവനിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഡെത്തായി പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ആയിട്ട് റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ പുതിയ ഫിഷ് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നമ്മൾ അയച്ചു തരും. സോ അതിന് വേറെ എക്സ്ട്രാ കൊറിയർ ചാർജോ അല്ലെങ്കിൽ ഫിഷിൻ്റെ കോസ്റ്റോ നമ്മൾ മേടിക്കത്തില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ റീഫണ്ടേ ചെയ്യത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഫിഷ് അയച്ചു തരും. അപ്പോൾ അതിന് നമുക്ക് ആ വാലിഡ് ആയിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ മാത്രം കസ്റ്റമറിന് തന്നാൽ മതിയാവും. ഓക്കെ. ഈ കാണുന്ന ഏഞ്ചൽസ് ആണ് കിടക്കുന്നത്. അതെ അതെ, എത്ര വെറൈറ്റീസ് ആണ് നമുക്ക് ഇവിടെ ഏഞ്ചൽസ്? ഒരു 10-15 വെറൈറ്റിക്കകത്ത് നമ്മൾ ഏഞ്ചൽസ് ഇപ്പം കയ്യിലുണ്ട്. പിന്നെ ചിലതൊക്കെ എൻ്റെ തന്നെ കളക്ഷനാണ്. ഞാൻ അതായത് ഏഞ്ചൽസ് ഒരു 5 വർഷമായിട്ട് തന്നെ ഏഞ്ചൽസിൻ്റെ ജനറ്റിക്സും കാര്യങ്ങളെ പറ്റി ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്രോസിങ്ങും ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് റെക്കോർഡെല്ലാം കീപ്പ് ചെയ്ത് നമ്മൾ പുതിയ സ്ട്രെയിൻസ് പുതിയ ലൈനായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുതിയ സ്ട്രെയിൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഉള്ള നിലവിലുള്ള സ്ട്രെയിനിനെ നമുക്ക് ആ ക്വാളിറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യാം. കാരണം നമ്മളിപ്പം ഒരു ഫിഷ് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ പറയുക പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം പോകും. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് ഈ ഒരു ഫാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ നല്ല ബ്രൂഡ് സ്റ്റോക്ക് വേണം. അപ്പോൾ അതിനെങ്ങനെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ അപ്പോൾ ആ ബ്രൂഡ് സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന വാട്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് വച്ചിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇതാണല്ലേ? അതെ അതെ, ഈ ഫിൽട്രേഷൻ്റെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വേരും കാര്യങ്ങളും കാണാം. അതെ അതെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ശരിക്കും എൻ്റെ ഗ്രോത്ത് വരുന്നത്. ആ സൈഡിൽ വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഇലകളെല്ലാം ആ സൈഡിലാണ് പോയിരിക്കുന്നത്. റൂട്ടുകളെല്ലാം നിങ്ങൾക്ക് ഈ ടാങ്കിനെ നോക്കിയാൽ അതെ നല്ല തിക്കായിട്ട് ഈ റൂട്ടുകൾ വരും. ഇതിന് 2-3 ഉപയോഗങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഞ്ചൽസ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹൈഡിങ് പ്ലേസ് ആണ്. ഈ റൂട്ടിനിടയിൽ കയറി അതിന് ഹൈഡ് ചെയ്യാൻ പറ്റും. അവന്മാരുടെ ഫിഷിനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിപ്പം ഏകദേശം 1.5 ആഴ്ച കഴിഞ്ഞ ടാങ്കാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം എന്തുമാത്രം കുറച്ച് വേസ്റ്റാണ് ഇതിലുള്ളതെന്ന്. വാട്ടർ ചേഞ്ച് ഞാൻ ചെയ്തിട്ടില്ല, 1.5 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഡെയിലി 2 നേരം നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ക്ലീൻ ആണ്, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ ആണ്. അപ്പോൾ ഈ കാരണം വെച്ചാൽ ഈ മണി പ്ലാന്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ എൻ്റെ റൂട്ടിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത്രയ്ക്കും ഈ വാട്ടർ അത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബയോ ഫിൽട്ടർ നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്ത് വെച്ചിങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബെനിഷ്യൽ ബാക്ടീരിയസിക്ക് ഹൗസ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബയോ ഫിൽറ്ററിന് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം, അത് നമുക്ക് ചെയ്യാം. ബാക്കി നമുക്ക് വേറെ വെറൈറ്റി ഏതൊക്കെയാണ് കേട്ടോ ഉള്ളത്? പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൂൾഡോ ക്രോമിസ് എന്ന് പറഞ്ഞൊരു ഫിഷ്, പിന്നെ അപ്പിസ്റ്റോഗ്രാമസ് ഉണ്ട്. ഇത് അപ്പിസ്റ്റോഗ്രാമയുടെ അഗസീസി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതുപോലെ റാംസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഉള്ളത് റാംസിൻ്റെ എത്ര വെറൈറ്റീസ് ഉണ്ട്? റാം 4 വെറൈറ്റി ഇപ്പോൾ കയ്യിലുണ്ട്. 4 വെറൈറ്റി അത് നമുക്ക് അതെ അതെ. അപ്പം എന്തായാലും നമുക്ക് ഇതിന്റെ ഫുൾ വീഡിയോസ് ചെയ്യാം. അതെ, ഇതിനകത്ത് ഇൻക്ലൂഡ് ഈ ഫാമിൽ എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പൊ ഇത് ഈ സെക്ഷൻ അല്ലാതെ വേറൊരു സെക്ഷൻ താഴെ ഉണ്ട്, താഴെ ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ശരി ശരി. അപ്പോൾ നമുക്ക് ഫിഷി ഫ്രണ്ട്സ് അക്വാട്ടിക്സിന്റെ താഴത്തെ സെക്ഷൻ അല്ലേ? ഈ കാണുന്നുണ്ട ഇത്രയും ഫ്രിഡ്ജ് ബോക്സ് ആണ് നമുക്ക്. പഴയ വീഡിയോ കണ്ടതിന്റെ ഒരു അത് കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ആക്കി എടുത്തു. കാരണം പണ്ടത്തെ പ്രശ്നം വെച്ച് ഒന്നത് കാര്യം, മഴ പെയ്യുമ്പോൾ നമുക്ക് പണി കൂടുതലാണ്. ഇതെല്ലാം നമ്മൾ മൂടിയിടുമായിരുന്നു. അതിന്റെ മേളിൽ വെള്ളമെല്ലാം നിറഞ്ഞു കിടക്കും. പിന്നെ നീർക്കോലി ശല്യം. അത് അന്ന് ഈ കേജുകളിലാണ് നമ്മൾ ബ്രൂഡ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നത്. ഈ രാവിലെ വരുമ്പോൾ കേജിനകത്ത് കയറി നീർക്കോലി എല്ലാം കഴിച്ചിരിക്കും. പിന്നെ എലി ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഇവിടെ കവർ ചെയ്തിട്ട് നമുക്ക് ഈ റൂഫ് ഉള്ളതുകൊണ്ട് മഴയത്തായാലും നമുക്ക് ഫീഡിങ്ങിന് കുഴപ്പമില്ല, വേറെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫിഷിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇവിടെ എന്തൊക്കെ കളക്ഷൻസ് ആണ് ഉള്ളത്? ഇവിടെ നമ്മുടെ പ്ലാറ്റി, സോഡ്, പിന്നെ ജുവലിന്റെ ഒക്കെ ഗ്രോട്ടുകൾ, പോളർ പാരറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ. ഫൈറ്ററും ഉണ്ട്. ഫൈറ്റർ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര കേസ് കാണും? ഇപ്പം ഒരു ഇവിടെ 88 ഉണ്ട്. 88 ഇതിനകത്തിരിപ്പുണ്ട്. പിന്നെ ഒരു 12 മേളിലിരിപ്പുണ്ട്. അതിൽ നമ്മൾ ക്രേ ഫിഷ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫിഷി ഫ്രണ്ട്സ് അക്വാട്ടിക്സിന്റെ
കുറച്ച് ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് ഇതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് ഓരോ സാധനങ്ങളും അല്ലേ, ഓരോ പുതിയ എക്സോട്ടിക് ഫിഷസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ എന്തായാലും അതിനകത്ത് ഫിഷി ഫ്രണ്ട്സ് അക്വേറിയന്റെ ഫുൾ എക്സോട്ടിക് നമ്മൾ ഫിഷസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും.